നമസ്കാരം. കേന്ദ്രത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇനിയാണ് യഥാർത്ഥ വെല്ലുവിളി വരാൻ പോകുന്നത്. അതായത് മോദിക്ക് മൂന്നാം തവണയും അവസരം ലഭിക്കുകയാണ് എങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായാണ് മാറുക. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് വലിയ ഭീഷണിയായും അത്തരമൊരു സർക്കാർ മാറുമെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലുങ്കാന, മറ്റൊന്ന് ഹിമാചൽ പ്രദേശ്, ഈ ഭരണകൂടങ്ങൾക്കാണ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസിനെ പുലർത്തി ഈ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ബദലിന് പോലും ചിലപ്പോൾ BJP ശ്രമിച്ചേക്കാം. പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഏത് പ്രാദേശിക കക്ഷികളെ ഒപ്പം കൂട്ടിയാലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നതിനാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിനായുള്ള അവസരങ്ങൾ BJP ഉണ്ടാക്കി കൊടുക്കുമെന്നതും ഉറപ്പാണ്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷം അത് കേരളത്തിൽ ഉള്ളതിനാൽ പിന്നീട് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും BJP വിരുദ്ധ സർക്കാർ തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്രത്തിൽ BJPക്ക് തുടർഭരണം ലഭിച്ചാൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ വീണ്ടും പിളർത്തുവാനും BJP ശ്രമിച്ചുകൊണ്ടിരിക്കും. കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന MLA-മാർക്കും നേതാക്കൾക്കും പിടിച്ചു നിൽക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ പുലർത്തുവാനും എളുപ്പമാണ്. സമാനമായ സാഹചര്യം തമിഴ്നാട്ടിലും ഉണ്ടായേക്കാം. നിലവിൽ അതിശക്തമായ നിലയിലാണ് DMK ഉള്ളത് എങ്കിൽ കൂടിയും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ഈ ചിത്രം മാറുവാനുള്ള സാധ്യതയുണ്ട്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK എന്ന പാർട്ടി രംഗത്തെത്തിയതോടെ DMK കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വരിക. ഇതിനിടയിൽ നേട്ടമുണ്ടാക്കുവാൻ BJPയും ശ്രമിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. DMK സർക്കാരിനെ വീഴ്ത്തുന്നതിന് ആരുമായും കൂട്ടുകൂടാൻ BJP തയ്യാറാവുകയും ചെയ്യും. 2026 തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലും സമാനമായിട്ടുള്ള നീക്കങ്ങൾ BJP നടത്തുമെങ്കിൽ കൂടിയും അത് വിലപ്പോകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും കോൺഗ്രസിൽ നിന്നുൾപ്പെടെ പ്രമുഖ നേതാക്കൾ കേരളത്തിലും BJPയിലെത്തുവാനുള്ള സാഹചര്യം എന്ന് പറയപ്പെടുന്നത് വളരെ കൂടുതലാണ്. രാജ്യത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ, ആ മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തുക എന്നത് BJPയുടെ തന്നെ അഭിമാന പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊന്ന് RSSൻ്റെ ആസ്ഥാനമായിട്ടുള്ള നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായതിനാൽ RSSും മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം എടുക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. കാരണം RSSൻ്റെ ഇടപെടലുണ്ടാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര എന്ന് പറയപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അവരെ വീണ്ടും ഒപ്പം കൂട്ടാനും BJP ശ്രമിക്കും. മറ്റൊന്ന്, മോദി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ശരത് പവാറിൻ്റെ NCPക്കും പിന്നെ മഹാരാഷ്ട്രയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത. സമാജ്വാദി പാർട്ടി, RJD തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെ പുലർത്തുവാനും ഈ അവസരം കൊണ്ട് BJP ഉപയോഗപ്പെടുത്തിയേക്കാം. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയും BJP വെറുതെ വിടില്ല. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ കെജ്രിവാളിന് നേരെയുള്ള കുരുക്ക് എന്ന് പറയപ്പെടുന്ന മുറുക്കുക തന്നെ ചെയ്യും. ഡൽഹിയിലെയും പഞ്ചാബിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കമുണ്ടാകും. ഇതിനു പുറമെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ടും നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് അകത്താകുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് ഭദ്രയ്ക്കും കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനും എതിരായിട്ടുള്ള കേസുകളുടെ ഗതിയും ഇതോടുകൂടി മാറാനുള്ള സാധ്യതയുണ്ട്. BJP മൂന്നാം വട്ടവും അധികാരം പിടിച്ചാൽ പ്രതികാരദാഹിയായ ഒരു സർക്കാരായും അത് മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ കരുതുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏകീകൃത സിവിൽ കോഡും ഏകീകൃത തിരഞ്ഞെടുപ്പും ഉൾപ്പെടെ BJP പ്രഖ്യാപിച്ച മുഴുവൻ അജണ്ടയും മോദിക്ക് മൂന്നാം ഊഴം ലഭിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കപ്പെടും. ഇതോടെ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് എഴുതപ്പെടാൻ പോവുക എന്ന് വേണമെങ്കിൽ പറയാം. മോദി വീണ്ടും വന്നാൽ ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോകുമെന്ന് പ്രതിപക്ഷം തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നതും ഇതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. BJPക്ക് ഭരണം കിട്ടിയാലുള്ള ചില സാധ്യതകളാണ് ഇതൊക്കെ എങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതുകൂടി ഇനി നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയപ്പെടുന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്ന് പറയപ്പെടുന്ന വിവിധ കേന്ദ്ര ഏജൻസികളിലെ പൊളിച്ചെഴുത്തായിരിക്കും. പ്രതിപക്ഷത്തെ തകർക്കാൻ മോദി സർക്കാർ ഉപയോഗിച്ചിട്ടുള്ള അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചാക്രമിക്കുവാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. മോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്കും സാധ്യത ഏറെയാണ്. ഇക്കാര്യം മുൻപ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ്.
ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിൽ വന്നാൽ തങ്ങളെ വേട്ടയാടിയ ഉദ്യോഗസ്ഥരെ അവർ വെറുതെ വിടില്ല എന്നത് വ്യക്തമാണ്. വേണ്ടപ്പെട്ടവരെ കീ പോസ്റ്റുകളിൽ നിയമിച്ച് BJP നേതാക്കളെ വേട്ടയാടാനായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം ശ്രമിക്കുക. മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ട് ചില നീക്കങ്ങൾ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഇതിനു പുറമെ BJPക്ക് ഒപ്പമുള്ള ഘടകകക്ഷികളെ ഒപ്പം കൂട്ടാൻ പോലും ഇന്ത്യ സഖ്യം ശ്രമിക്കും. ഇതെല്ലാം തന്നെ ഒരു സാധ്യതകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് BJP അധികാരത്തിൽ വന്നാലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയ മേഖലയിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാകട്ടെ ഇതൊരു യാഥാർത്ഥ്യവുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡും ഏകീകൃത തിരഞ്ഞെടുപ്പും അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPക്ക് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, അതായത് BJP സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ പിടിമുറുക്കുവാനുള്ള സാധ്യതയും അതിനോടൊപ്പമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് എന്ത് തന്നെയായാലും 2024 മോദി സർക്കാർ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വലിയ ആവേശം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയപ്പെടുന്നത് 2024 അവർക്ക് ചിലപ്പോൾ 350 സീറ്റുകൾക്ക് മുകളിൽ ലഭിച്ച് അധികാരത്തിലെത്തിക്കാം എന്നുള്ള സ്വപ്നം കാണുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷേ 52 സീറ്റുകൾ മറികടക്കുവാൻ ഈ കോൺഗ്രസ്സിന് കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് 52 സീറ്റുകൾ മാത്രമുള്ള ആ മുന്നണിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് കോൺഗ്രസ്സിന് ഇനി എത്ര സീറ്റുകൾ കൂടി നേടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതോ ഈ 52 സീറ്റുകൾ ലഭിക്കുമോ, അതോ ഇതിൽ നിന്നും വീണ്ടും കുറയുമോ എന്നുള്ള ആശങ്കയിലാണ് പക്ഷേ കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിലും അതിനുള്ളിലെ തമ്മിലടിയും തർക്കങ്ങളും ഒരിക്കലും അവസാനിക്കില്ല എന്നുകൂടി പറയട്ടെ. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്തായാലും അധികാരം ലഭിക്കില്ല. അധികാരം ലഭിച്ചാൽ തന്നെ പല പ്രധാനമന്ത്രിമാർ വാണിരുന്ന ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലായിരിക്കും 2024 മുതൽ 2029 വരെയുള്ള കാലഘട്ടം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും കേന്ദ്രത്തിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. പകരം വരാൻ പോകുന്നത് നരേന്ദ്രമോദിയും BJP സർക്കാരും തന്നെയാണ്.